ചേട്ടാ ഞാൻ ഇത്ര നേരത്തെ അവിടെ ചെന്നിട്ടേ മല മറിക്കാനുള്ള പണിയൊന്നുമില്ല. ചേട്ടനൊന്ന് പയ്യപ്പോ. എനിക്കറിയാം വണ്ടി അങ്ങനെ ഓടിക്കണമെന്ന്. നിങ്ങൾക്കൊന്നും പെട്ടെന്ന് എത്തണ്ടായിരിക്കാം. എനിക്ക് വേഗം എത്തിയിട്ടാണ് അടുത്ത ട്രിപ്പ് എടുക്കാൻ. ചേട്ടൻ അവിടെ ചെന്നില്ലെങ്കിലും വേറെ വണ്ടികളുണ്ട്, അവര് പോയിക്കോളും. അങ്ങനെ കണ്ട വണ്ടിക്ക് ട്രിപ്പ് എത്താനല്ല ഞാൻ വന്നത്. നിങ്ങൾക്കൊന്നും കാശിന് മഞ്ഞുണ്ടാവില്ല. എനിക്ക് ട്രിപ്പിനാ കാശ്. കൂടുതൽ ചിലക്കാതെ മിണ്ടാതിരുന്നോ. ഹലോ, ഒന്ന് പതുക്കെ പോയേ. പിന്നെയും തുടങ്ങി. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. വണ്ടി നിർത്തിക്കേ. മതി വണ്ടി ഓടിച്ചത്. നീ പറയുമ്പോ വണ്ടി നിർത്താൻ ഞാൻ നിന്റെ അമ്മയുടെ ഒന്നും അല്ല. നിന്റെ ജീവന് വിലയില്ലെങ്കിലും ഞങ്ങളുടെ ജീവന് വിലയുണ്ടടാ. അതെ, വെറുതെ സീൻ്റെ വണ്ടി എടുക്കേട്ടാ. അയാൾക്കെന്താ ഭ്രാന്താണോ? അയാളെ വിശ്വസിച്ച് എങ്ങനെ വണ്ടി കയറും? ആൾക്കാരെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാനേ? അവൻ എന്ത് പോകരുതോടാ കാണിക്കണേ? ആളെ കൊല്ലാനോടെ കൊണ്ടോണേ? ഇത്ര കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കണേ? രണ്ട് സ്ത്രീകളിലോടെ അതില്. എടാ രാഘവ, ഇങ്ങോട്ട് പോടാ. എന്താണോ ഈ കേൾക്കുന്നത്? എംപ്ലോയീസിനോടാണോ തന്റെ ഈ ലോക്കൽ സ്വഭാവം കാണിക്കുന്നത്? ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും മാഡത്തിനോട് പെരുമാറിയിട്ടില്ല സാർ. പെട്ടെന്ന് എത്താൻ വേണ്ടി വണ്ടി സ്പീഡിൽ ഓടിച്ചാനാ ഈ മാഡം വെറുതെ പ്രശ്നം ഉണ്ടാക്കിയത്. മാഡോ, താൻ എന്താ നേരത്തെ എന്നെ വിളിച്ചത്? മോളെന്ന് വിളിച്ച എനിക്ക് മനസ്സിലാവില്ലെന്നോ? സോറി മാഡം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഇയാൾക്കെതിരെ നിങ്ങൾ നടപടി എടുത്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും എതിരായി ഞാൻ HRL കംപ്ലൈന്റ് ചെയ്യും. ചതിക്കല്ലേ മാഡം, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അത്രയും വേണ്ടായിരുന്നു. അയാളെ തല്ലേണ്ടിയിരുന്നു. പിന്നെ അല്ലേലും അവനൊരു എല്ല് കൂടുതലാ. അടി അവൻ ഇറന്ന് വാങ്ങിച്ച തന്നെയാ. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? വീണ്ടും അവൻ തന്നെ വന്നിരിക്കുന്നത്. ഞാൻ ആ വണ്ടി കയറില്ല. ഇങ്ങോട്ട് ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇങ്ങോട്ട് ഇറങ്ങടാ. നിന്നോട് ആരാ വണ്ടി എടുക്കാൻ പറഞ്ഞേ? ഇനി ഞാൻ പറയാതെ വണ്ടി എടുത്താൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. മനസ്സിലായോ? സുപ്ര, എടാ സുപ്ര. സാർ, ഇനി ഇന്നു മുതൽ നീ ഓടിച്ചാ മതി വണ്ടി. മനസ്സിലായോ? ശരി. ചെല്ല്.